ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളാരും ഉണ്ടാക്കി നോക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിത് ഉഴുന്നുവടയുടെ അതേ രുചിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വട ഇരിക്കുന്നത്. നമുക്ക് ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ടാണ് ഈ ഒരു വട ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇഡലി എടുത്തിട്ടുണ്ട്. ഞാൻ 10 ഇഡലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇഡലി എടുത്താൽ മതിയിട്ട്. എത്ര എണ്ണ വേണ്ടിച്ചെങ്കിൽ ഒരു 4-5 ഇഡലി ഉണ്ടെച്ചെങ്കിൽ ഒരു 6-7 വട കിട്ടും. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും മതി, നിങ്ങൾക്ക് അത്ര മതിച്ചെങ്കിൽ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചൂടുള്ള ഇഡലി ആണെങ്കിൽ അതൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിയും തണിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഇഡലി എടുക്കുന്ന സമയത്ത് ഒത്തിരി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബാക്കി സംഭവങ്ങളും ചേർക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇഡലി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതാ ഈ കൈ വെച്ചിട്ട് ഇതാ ഇങ്ങനെ നുള്ളിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ മതിച്ചെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഒന്ന് കറക്കിയെടുക്കുമ്പോൾ നമുക്കിത് പൊടിഞ്ഞ പോലെ കിട്ടും. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാനൊരു എളുപ്പം ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൈ വെച്ച് നുള്ളി ഇട്ടാൽ മതിച്ചെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പം ഇതാ ഞാൻ കുറച്ചിതാ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്കിയിട്ട് വരാം കേട്ടോ. 1-2 തവണ ഒന്ന് നമ്മൾ കറക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇഡലി നല്ല പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അരച്ചെടുക്കരുത്. നമ്മൾ നിർത്താണ്ട മിക്സി ഇങ്ങനെ ഓടിക്കൂലോ, അങ്ങനെ അരച്ചെടുക്കരുത് കേട്ടോ. കറക്കി എടുക്കാവുള്ളൂ. 1-2 എന്നുള്ള രീതിയിൽ ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ആ ഇഡലി ഇതാ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട് കറക്കിയാൽ മതി കേട്ടോ. ഒത്തിരി ഇട്ടിട്ട് ലോഡാക്കിയിട്ട് കറക്കുമ്പോൾ നമുക്ക് അടിഭാഗത്ത് കിടക്കുന്നത് അരഞ്ഞ പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്നിങ്ങനെ കറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ളതും കൂടെ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിത് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞി പച്ചമുളക് ആയതിൻ്റെ പേരിൽ 5 എണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പൊടിയായിട്ട് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം. പിന്നെ ഇഞ്ചി അത്യാവശ്യം വലിയൊരു ഇഞ്ചിയാണ്, കാരണം 10 ഇഡലി ഉണ്ടല്ലോ. പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇഞ്ചിയും അതുപോലെ സവോളയും അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകവും വേണം. കുരുമുളക് എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ മുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുരുമുളക് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ചെറിയ ജീരകവും കുരുമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള കുരുമുളകും ജീരകവുമാണ് ചേർത്തിട്ടുള്ളത്. അത് നമ്മളുടെ ആ ഒരു ഇഡലി പൊടിച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുള്ള ഈ ഒരു ഇഡലിയുടെ പൊടിയിലേക്ക് ഞാൻ എത്രത്തോളം കടലമാവ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിനുള്ളത് മതി. അപ്പോൾ അതിന് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊരു അര ടേബിൾ സ്പൂണും കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈവച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിതിൽ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അല്ലാതെ തന്നെ നല്ല മൊരിഞ്ഞിട്ടും അതുപോലെ നല്ല പൊങ്ങിയിട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് നല്ലോണം സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആ സവോളയിൽ നിന്നുള്ള വെള്ളം നനവും എല്ലാം നമുക്ക് ഈ ഒരു ഇഡലിയിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആദ്യം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ വടക്ക് ഉണ്ടാക്കുന്ന മാവ് ഒന്നൊരു ലൂസ് പോലെയല്ലേ നമ്മളെ കൈക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ കൈൻ്റെ അടിയിൽ പിടിക്കുമ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇതും കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ഒന്നിച്ചിട്ട് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ വല്ലാണ്ട് കലങ്ങി പോവും. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ മിക്സ് ചെയ്ത് പാകാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ
കയ്യിൽ വല്ലാണ്ട് പിടിക്കും. കാരണം ഇത് കട്ടിയുള്ള ഒരു മാവല്ല, ഒന്ന് ലൂസുള്ള ഒരു മാവാട്ടം ഉണ്ടാവുക. കണ്ടില്ലേ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് വെള്ളം കൂടി പോകുന്ന പോലെ ഉണ്ടാവുമല്ലോ പൊടി, അതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ കൈ നനച്ചിട്ട് ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. കണ്ടോ, ആദ്യം ഇതുപോലൊരു ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തിയിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നല്ല കറക്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് ആ അരികൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ അരികൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് അതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. അങ്ങനെ പൊട്ടി പോവൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു മാവ് കറക്റ്റ് ആയിട്ട് ഉണ്ടായാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണയുടെ ചൂട് അത് നമുക്ക് നോക്കല് അത്യാവശ്യമാണ് കേട്ടോ. കാരണം ചൂട് നമുക്ക് നല്ലോണം ശ്രദ്ധിക്കണം എത്രത്തോളം ഉണ്ട്. അപ്പൊ നമുക്കൊരു ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എണ്ണയിൽ ഇട്ടപ്പോൾ തന്നെ അത് പൊങ്ങിയിട്ട് വരണം കേട്ടോ. എണ്ണയിൽ ഇട്ട വഴിക്ക് തന്നെ പൊങ്ങി വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എണ്ണ കറക്റ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ വേണം ചൂടുണ്ടാവാൻ കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ആക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ കുറച്ച് വെള്ളം തൊടുക, എന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് ഒരു ലൂസ് പോലെ ഉള്ള ബാറ്റർ ആക്കി എടുത്താൽ മതി. സാധാരണ നമ്മൾ ഉഴുന്നുവടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ലൂസിലാണ് ഇതിന്റെ മാവ് ഉണ്ടാവാറ്. അപ്പൊ ആ രീതിക്ക് ബാറ്റർ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പൊ കണ്ടോ, അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ ഭാഗം അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലും ഏറ്റവും ഹൈ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് എണ്ണ ഇതിങ്ങനെ മൊരിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ രീതിക്ക് വേണം നമുക്ക് ഗ്യാസ് കുറയ്ക്കേണ്ടത് കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. നമ്മൾ ഇഡലി കുക്ക് ചെയ്തതാണെങ്കിൽ പോലും നമുക്കിതിന്റെ ഉൾവശം ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് രണ്ട് ഭാഗം മൊരിപ്പിച്ചെടുക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ ഒരു സമയം അതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ആയത് നമുക്ക് കോരി മാറ്റി കൊടുക്കുക. നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമല്ലോ, ആ ഇട്ട് കൊടുത്തത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല മൊരിഞ്ഞിട്ടുള്ള ഉഴുന്നുവട തന്നെയാണ് ഇട്ടത്. നമ്മണ്ടല്ലോ നമുക്ക് കുരുമുളകും പച്ചമുളകും ചേർക്കുമ്പോൾ നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പക്ഷെ കുറച്ച് എരിവുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. അപ്പം ഇനി നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല പൊങ്ങിയിട്ടും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞിട്ടുള്ള ഉഴുന്നുവട തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഉഴുന്നുവട ഒക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വട കിട്ടുന്നത്. പിന്നെ ഇത്തിരി എരിവും ഒക്കെ ആയിട്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. നമ്മൾ ഇഡ്ഡലി വെച്ചിട്ടാണ് ഈ ഒരു വട ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഒരാളും പറയില്ല കേട്ടോ. നമുക്ക് ഇത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിലൊരു 3 or 4 എടുത്തിട്ട് ഇതുപോലെ വട ആക്കിയിട്ട് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുമല്ലോ. നമ്മൾ ഇഡ്ഡലിയോ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുമല്ലോ. അപ്പം നമുക്ക് വടയും കൂടെ കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് തേങ്ങാ ചട്നി ആയിരുന്നു കേട്ടോ. കണ്ടല്ലോ, നല്ല മൊരിഞ്ഞിട്ടാണ്. ഇതിന്റെ പുറമെ നല്ല മൊരുമരാന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയും എല്ലാം മാറ്റമുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ എൻ്റെ മേമയുടെ വീട്ടിലാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മൊരിഞ്ഞിട്ടുള്ള ഭാഗം എനിക്കൊന്ന് ശബ്ദം കേൾപ്പിച്ച് തരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആകെ ബഹളായതിന്റെ പേരിലാട്ടോ. അപ്പൊ ഇതിന്റെ പുറമെ നല്ല മൊരിഞ്ഞിട്ടാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉഴുന്നുവട പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒത്തിരി സ്നാക്സിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ. പുതിയതായിട്ടുള്ള കൂട്ടുകാരാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അതുപോലെ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരിക. ഇഡലി ബാക്കിയുള്ളത് നമ്മൾ സാധാരണ ഇഡലി കൊണ്ട് നമുക്ക് പല റെസിപ്പികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.